പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ നടക്കാൻ പോവുകയാണ്. ഈ സന്ദർഭത്തിൽ പട്ടാമ്പി മണ്ഡലത്തിലെ സ്പന്ദനങ്ങളെക്കുറിച്ച് ഒരു ഓട്ടപ്രദർശനം നടത്താനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പട്ടാമ്പി മണ്ഡലം രൂപീകരിച്ചത് മുതൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് വിധി എഴുതിയിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. EMSന്റെ നാട് എന്ന രൂപത്തിൽ അറിയപ്പെട്ട പട്ടാമ്പി, എന്നാൽ ഇടതുപക്ഷത്തെ മാത്രമല്ല പട്ടാമ്പി പിന്തുണച്ചിട്ടുള്ളൂ. 1957 രൂപീകരിക്കപ്പെട്ട പട്ടാമ്പി മണ്ഡലത്തിൽ ആദ്യമായി ജനവിധി തേടിയത് EP ഗോപാലനാണ്, CPMന്റെ. അതിനുശേഷം 1960 പിന്നെ 77 വരെ EMS നമ്പൂതിരിപ്പാടാണ് 3 ടേമിലായി പട്ടാമ്പി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 77 EP ഗോപാലൻ വീണ്ടും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. അങ്ങനെ 1980 വരെ പട്ടാമ്പി മണ്ഡലം രൂപീകരിച്ച് 23 വർഷം പൂർണ്ണമായും ഇടതുകോട്ടയായിട്ടാണ് പട്ടാമ്പി നിലനിന്നത്. എന്നാൽ 1980 തെരഞ്ഞെടുപ്പിൽ MP ഗംഗാധരൻ പട്ടാമ്പി മണ്ഡലത്തെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്നും UDFിലേക്ക് തിരിച്ചു പിടിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ചില വിവാദങ്ങളിലൊക്കെ പെട്ട് 82 വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിൽ KE ഇസ്മായിൽ വീണ്ടും ഇടതുപക്ഷത്തേക്ക് തന്നെ പട്ടാമ്പി മണ്ഡലത്തെ കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷമുള്ള 86 തെരഞ്ഞെടുപ്പിൽ ലീല ദാമോദര മേനോൻ പട്ടാമ്പി മണ്ഡലത്തെ UDFിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് KE ഇസ്മായിൽ 2 ടേമിൽ വീണ്ടും പട്ടാമ്പി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. അങ്ങനെ 2001 പട്ടാമ്പിക്കാരനായ CP മുഹമ്മദ് അദ്ദേഹം KE ഇസ്മായിലിനെ നേരിയ ഭൂരിപക്ഷത്തിൽ 560 സംതിങ് ഭൂരിപക്ഷത്തിൽ പട്ടാമ്പി മണ്ഡലത്തെ വീണ്ടും UDFിൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. പിന്നീടുള്ള 3 ടേമിൽ 2001, 2006, 2011 മൂന്നിലും CP മുഹമ്മദിൻ്റെ തേരോട്ടമായിരുന്നു. അങ്ങനെ UDFിൻ്റെ കുത്തക കോട്ടയായി നിലനിൽക്കുമ്പോഴാണ് 2016 തെരഞ്ഞെടുപ്പ് വരുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ CP മുഹമ്മദ് 3 ടേമിൽ MLA ആയ അദ്ദേഹം മാറി നിൽക്കണമെന്ന ഒരഭിപ്രായം ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ യുവരക്തമായ പട്ടാമ്പിക്കാരൻ തന്നെയായ കാരക്കാട്ടുകാരനായ എൻ്റെ അയൽവാസി കൂടിയായ ശ്രീ മുഹമ്മദ് മുഹ്സിൻ കനയ്യകുമാറിൻ്റെ കൂടെ JNUവിൽ പ്രവർത്തിച്ച പരിചയമൊക്കെ വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാവുകയും പ്രായാധിക്യത്താൽ പ്രയാസപ്പെടുന്ന CP മുഹമ്മദിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായി ശ്രീ മുഹമ്മദ് മുഹ്സിൻ വന്നപ്പോൾ കനയ്യകുമാർ നേരിട്ട് പ്രചരണത്തിന് വന്നു. അങ്ങനെയൊക്കെ ഒരു യുവാക്കൾക്കിടയിൽ വലിയ തരംഗമുണ്ടാവുകയും ഒപ്പം CP മുഹമ്മദ് ചില കോഴ വാങ്ങുന്നതിൻ്റെ വീഡിയോകൾ പ്രചരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ CP മുഹമ്മദിൻ്റെ കയ്യിൽ നിന്നും മുഹമ്മദ് മുഹ്സിൻ വീണ്ടും ഇടതുപക്ഷത്തേക്ക് തന്നെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ 2021 കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി മുഹമ്മദ് മുഹ്സിൻ വിജയിക്കുന്നുണ്ട്. CP മുഹമ്മദ് മാറി നിന്നു. പിന്നെ പകരം മലപ്പുറം ജില്ലയിൽ നിന്ന് റിയാസ് മുക്കൂളി എന്ന കോൺഗ്രസ് നേതാവിനെയാണ് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നത്. പക്ഷെ റിയാസിന് അവിടെ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധ്യമായില്ല. മുഹമ്മദ് മുഹ്സിൻ ജനകീയനായി മാറുകയും യുവാക്കൾക്കിടയിലൊക്കെ നല്ല പേരുണ്ടാക്കുകയും ആളുകളോടൊക്കെ നന്നായി ഇടപഴകുന്നതും രാഷ്ട്രീയ വൈരമില്ലാതെ അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങളോട് പെരുമാറുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസ് അത് ക്ലച്ച് പിടിക്കുകയും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി 2021 അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 2026 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്ത് നിന്ന് മുഹമ്മദ് മുഹ്സിൻ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലേ എന്ന് ഒക്കെ ഉള്ള കാര്യത്തിൽ മൂന്നാമതും സ്ഥാനാർത്ഥിയായാൽ ഭരണം കിട്ടിയാൽ മന്ത്രിയാക്കേണ്ടി വരും എന്നൊക്കെയുള്ള അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാറ്റുകയാണെങ്കിൽ ഈസി വാക്ക് ഓവറിൽ UDFന് പിടിച്ചെടുക്കാമെന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി കേരളത്തിലുടനീളം അലയടിക്കുകയും
അത് പാലക്കാട് ജില്ലയെ വല്ലാതെ ഏശാതിരിക്കുകയും ചെയ്തപ്പോഴും പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മണ്ഡലത്തിൽ വോട്ട് ഷെയർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ UDF അനുകൂലമായ അവസ്ഥയാണ് ഉള്ളത്. പട്ടാമ്പി മുനിസിപ്പാലിറ്റി വിളയൂര്, കൊപ്പം, കുലുക്കല്ലൂര്, വല്ലപ്പുഴ, ഓങ്ങല്ലൂര്, മുതുതല, തിരുവേഗപ്പുറ ഇത്രയും പഞ്ചായത്തുകളാണ് പട്ടാമ്പി മണ്ഡലത്തിലുള്ളത്. ഇതിലെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ UDF തേരോട്ടമാണ് കണ്ടത്. കൊപ്പം പഞ്ചായത്തിൽ തുല്യ സ്ഥാനമാണ് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കിട്ടിയത്. പക്ഷേ വോട്ടെടുപ്പിലൂടെ ഇടതുപക്ഷം അവിടെ അധികാരത്തിൽ വരിക. അങ്ങനെ കൊപ്പം, ഓങ്ങല്ലൂർ പഞ്ചായത്തുകളിൽ മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്നത്. ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലും UDF തന്നെയാണ് അധികാരത്തിലുള്ളത്. വോട്ട് ഷെയർ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും UDF അനുകൂലമായ അവസ്ഥ തന്നെയാണുള്ളത്. എന്നാൽ മുഹമ്മദ് മുഹ്സിന്റെ വ്യക്തിപ്രഭാവം അത് ഇടതുപക്ഷത്തിന് എത്ര അനുകൂലമായി ഭവിക്കും എന്ന് കണ്ടറിയേണ്ടതാണ്. പട്ടാമ്പിക്കാരനായ TP ഷാജി നിലവിൽ കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ മുനിസിപ്പൽ ഭരണത്തിൽ വൈസ് ചെയർമാനായി ഉണ്ടായിരുന്ന, അതിനു മുൻപ് കോൺഗ്രസ്സുകാരനാവുകയും 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF കലഹിച്ച് സേവ് പട്ടാമ്പി എന്ന മറ്റൊരു മുന്നണി ഉണ്ടാക്കി ഇടതുപക്ഷത്തിൻ്റെ കൂടി വിജയിക്കുകയും അധികാരത്തിൽ വരികയും ചെയ്ത അദ്ദേഹം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ച് UDF തന്നെ വരികയും അങ്ങനെ UDF അധികാരത്തിൽ വരികയും അതിൻ്റെ ചെയർമാനായി, മുനിസിപ്പൽ ചെയർമാനായി അദ്ദേഹം മാറുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ പിൻബലത്തിലാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി നിന്നിട്ടുള്ളത്. പഞ്ചായത്തുകളിൽ, വാർഡുകളിലൊക്കെ ആസൂത്രിതപരമായ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് അസ്വാരസ്യങ്ങൾ, പാർട്ടിക്കകത്തുള്ള അസ്വാരസ്യങ്ങളെയെല്ലാം മാനേജ് ചെയ്യാനും അദ്ദേഹത്തിന് സാധ്യമായിട്ടുണ്ട്. ആ ഒക്കെ അർത്ഥത്തിലുള്ള ഒരു ലെവലിൽ ഇപ്പോൾ പട്ടാമ്പി മണ്ഡലത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും TP ഷാജി UDF TP ഷാജി ജയിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുക എന്നൊന്നും നമുക്ക് കണ്ടറിയാൻ കഴിയില്ല. അത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വരുമ്പോൾ മാത്രമാണല്ലോ പറയാൻ കഴിയുക. ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പട്ടാമ്പിയിലെ ഒരു ട്രെൻഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, അപ്പോൾ അവിടെ SDPI അമീർ അലി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടി ആണെങ്കിൽ UDF പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായി പ്രവർത്തന രംഗത്ത് നിലനിൽക്കുന്നുമുണ്ട്. SDPIയിലേക്ക് പോകുന്ന കുറേ വോട്ടുകൾ UDF ആണെങ്കിലും ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ SDPIക്ക് 5 വാർഡുകളുണ്ട്. അവരുടെ ആ 5 വാർഡുകളിൽ നിന്നൊക്കെ SDPIക്ക് കിട്ടുന്ന വോട്ടുകൾ പലതും മുഹമ്മദ് മുഹ്സിന് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളും അതേപോലെ ഷാജിക്ക് സാധ്യതയുള്ള വോട്ടുകളും ഒക്കെയാണ്. അപ്പോൾ അതുകൂടാതെ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മറ്റു ചില വാർഡുകളിലും SDPIക്ക് സ്വാധീനമുണ്ട്. അതേപോലെ മണ്ഡലത്തിലെ മറ്റു പല പഞ്ചായത്തുകളിലും SDPIക്ക് സ്വാധീനമുണ്ട്. പിന്നെ വിളയൂർ പഞ്ചായത്തുകാരനാണ് സ്ഥാനാർത്ഥിയായ അമീർ അലി. അവിടെ നിന്നും അദ്ദേഹത്തിന് കുറച്ച് വോട്ടുകളൊക്കെ കിട്ടുമായിരിക്കും. വിളയൂർ പഞ്ചായത്ത് നേരത്തെ LDF പക്ഷത്തുണ്ടായിരുന്നതാണ്. അങ്ങനെ മൊത്തത്തിൽ വെച്ച് നോക്കിയാൽ ഒരു 1500-2000 വോട്ടിൻ്റെ ഇടയിലുള്ള ഭൂരിപക്ഷത്തിനെങ്കിലും TP ഷാജി ജയിച്ച് കയറുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം.